പറയുന്നുണ്ട്. ജിൽസയും യെസ്, എന്തായാലും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഇരുവർക്കുമിടയിലുള്ള മഞ്ഞുരുക്കമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗവർണർ. അദ്ദേഹം കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങേണ്ടതുണ്ട്. മുഖ്യമന്ത്രി, സ്പീക്കർ എൻ ഷംസീർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ ഗവർണറെ അനുഗമിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. അല്പസമയത്തിനകം തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് ഗവർണർ കടക്കും. ഇന്നിപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചപ്പോൾ പോലും അതിന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ ഇന്നത് വായിക്കുമോ വായിക്കാതെ വിടുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു കൗതുകമുണ്ട്. ഗവർണർക്കെതിരായുള്ള വിമർശനങ്ങൾ കൂടി നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഗവർണർക്കെതിരെ തന്നെയുള്ള വിമർശനം അദ്ദേഹം വായിക്കുന്നതിലെ ചില സ്വാഭാവികതകൾ കണക്കിലെടുത്തുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കൃത്യം 9 മണിയോടുകൂടെ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കാൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 8:53 അദ്ദേഹം നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിയത്. തുടർന്ന് നാഷണൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം അവിടെ കൂടി നിന്ന മുഖ്യമന്ത്രി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നാഷണൽ ആന്തം. യെസ്, ഗവർണർ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചിരിക്കുകയാണ്.
യെസ്, നയപ്രഖ്യാപന പ്രസംഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വെറും 1 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വളരെ അസാധാരണമായ അവിശ്വസനീയമായ ഒരു നീക്കമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, വെറും 1 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം, വളരെ അസാധാരണം അവിശ്വസനീയമായ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അവസാന പാരഗ്രാഫ് മാത്രമാണോ അദ്ദേഹം വായിച്ചത്? ജിൽസി, കേരള നിയമസഭയുടെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു സംഭവത്തിനാണ് ഇന്ന് അല്പസമയം മുമ്പ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. 1 മിനിറ്റും 17 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ വായിച്ചത്. അദ്ദേഹം തന്റെ ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ വേണ്ടി നിയമസഭയിൽ എത്തുമെന്ന് പറഞ്ഞതാണ്. ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിറവേറ്റിയിരിക്കുന്നു എന്ന് ഭരണഘടനാപരമായി പറയാം. പക്ഷേ അദ്ദേഹം സംസ്ഥാന സർക്കാരിനുള്ള അതൃപ്തി കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് തന്റെ നിലപാടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 മിനിറ്റും 17 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം. സാധാരണഗതിയിൽ 2 മണിക്കൂറും 2.25 മണിക്കൂറും ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളാണ് കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സർക്കാരുമായി താൻ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കൃത്യമായ സന്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലേക്കും വെച്ചുകൊണ്ടാണ് 1 മിനിറ്റും 17 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം വായിച്ചത്. അതായത് വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു അമ്പരപ്പ് ആ സഭയിൽ ഉണ്ടായിരുന്നോ? പിന്നീട് ഈ 1 മിനിറ്റ് മാത്രം വായിച്ച ശേഷം വീണ്ടും ദേശീയ ഗാനം ആലപിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നോ? അതെ, ആ അമ്പരപ്പ് സഭയിലെ 140 അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്പീക്കറിന്റെ മുഖത്ത് ആ അമ്പരപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങി വാചകം, ഈ ദേശീയ ഗാനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറയുന്ന വാചകം താൻ അവസാന പാരഗ്രാഫിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ 3-4 സെന്റൻസ് മാത്രം വായിച്ചുകൊണ്ട് ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പുസ്തകം അടയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സ്പീക്കറുടെ അടുത്തിരുന്ന് അദ്ദേഹം വെള്ളം കുടിച്ചിട്ട് ആ ദേശീയഗാനം ആലപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ അദ്ദേഹം എഴുന്നേറ്റ് സ്പീക്കർക്കൊപ്പം തിരികെ പോവുകയുമാണ് ചെയ്തത്. സ്പീക്കർ അപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഒരു അമ്പരിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം തിരികെ പോകുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം സാധാരണഗതിയിൽ വരുമ്പോൾ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും അഭിവാദ്യം ചെയ്താണ് പോയിരുന്നത്. അത് കഴിഞ്ഞ തവണത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇത്തവണ അദ്ദേഹം സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഭാംഗങ്ങളെ പോലും അഭിസംബോധന ചെയ്യുകയോ അഭിവാദ്യം ചെയ്യുകയോ ചെയ്തില്ല. തിരിച്ചിറങ്ങിപ്പോയപ്പോഴും പ്രതിപക്ഷാംഗങ്ങളുടെ പോലും മുഖത്ത് നോക്കാതെയാണ് അദ്ദേഹം തിരികെ ഇറങ്ങിപ്പോയത്. അങ്ങനെ കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു ദിവസത്തിനാണ് കേരള നിയമസഭ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തീർച്ചയായും സൈഫ്, വളരെ അസാധാരണവും അവിശ്വസനീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.